ഇന്ന് നമ്മൾ ഞാങ്ങാട്ടി മാമന്റെ വീട്ടിൽ പോവാണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഈടായിട്ട് ഇവരെ കൊണ്ട് സ്ഥിരം യാത്ര തന്നെയാണ്. മാമന്റെ വീട്ടുകാരുണ്ട്, ഫാമിലി മൊത്തം കേട്ടോ. നമ്മുടെ നാട്ടിലും അതുപോലെ പട്ടാമ്പിയിലൊക്കെ അവിടെ ആയിട്ട് റോഡ് പണി നടക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ പട്ടാമ്പിക്കാരുടെ അഭിമാനമായ പട്ടാമ്പി പാലം. പാലം കഴിഞ്ഞ് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാമന്റെ വീട് പോണ വഴിക്ക് നമ്മൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചോ. ഇന്ന് ഞാങ്ങാട്ടി പൂരമാണ്, അതും കൂടി കാണാനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മാമന്റെ വീട്ടിലെത്തിക്കാണ്. അവിടെ ചെന്നപ്പോൾ മാമൻ എന്തോ ഒരു പണിയിലാണ്. മൂത്താളാണെങ്കിൽ ഊഞ്ഞാൽമ കെട്ടിമറിയാണ്. ആദ്യം അമ്മയോട് എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുക. റിച്ചോട്ടൻ ചെന്നപ്പോൾ തന്നെ അമ്മയുടെ മടിക്കാരി. പിന്നെ ആദ്യം എന്റെ അടുത്ത് വന്നിട്ട് നായ കടിച്ച പാടൊക്കെ കാണിച്ചു തരും. അച്ഛൻ ചെന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ അടുക്കള ചെന്നപ്പോൾ നല്ല പഴുത്ത ചക്ക കഴിക്കാണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്ത് വന്നു. പുറത്ത് നോക്കിയപ്പോൾ പെങ്ങൾ കുട്ടികൾ കാര്യമില്ല, ഊഞ്ഞാൽ കയറിയിരിക്കാൻ. മാമനാണെങ്കിൽ ശക്തി എടുത്ത് ആട്ടണുണ്ട്. അത് കഴിഞ്ഞപ്പോൾ റിച്ചോട്ടൻ ഊഞ്ഞാൽ കയറിയിരുന്നു. ചെക്കന് നല്ല ഉറക്കം വരേണ്ടി തോന്നുന്നു. അതിന്റെ ഇടയ്ക്ക് വിനാട്ടനും കൂട്ടുകാരനും കയറിയിരുന്നു. പിന്നെ എനിക്ക് വെച്ചപ്പോൾ ഞാൻ കഴിക്കാൻ കയറി. മാമന്റെ വീട്ടിൽ ചെന്ന പിന്നെ അടിപൊളി ഫുഡുകളായിരുന്നു. ഇതിലിപ്പോൾ ചിക്കൻ, മട്ടൻ, ബീഫ്, പോർക്ക് എല്ലാതും ഉണ്ടോ. സാധാരണയായിട്ട് ഒരു 2 കറിയും കൂടി ഉണ്ടാവാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് ക്ഷീണ പൈനാപ്പിൾ കൊണ്ടുവന്നു കേട്ടോ. പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന അമ്മായി ചിരിക്കാണ്. പിന്നെ അടുത്ത വന്നിട്ട് ഇല കിട്ടുന്നു. ഞാൻ അധികം ഫുഡ് കഴിക്കില്ലെങ്കിലും ഇങ്ങനത്തെ കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കാം. ഇതൊക്കെ വ്ളോഗിൽ വരുമെന്ന് ചോദിക്കാണ് വിനാടിന്റെ ഫ്രണ്ട്. റിയോനെ അവിടെ കുട്ടികളുടെ ഒരു എയർ ബാൻഡ് കിട്ടി, അതിട്ടാണ് നടക്കുന്നത്. വീഡിയോയിൽ പെടാതിരിക്കാൻ വേണ്ടി മുങ്ങി നടക്കാൻ നമ്മുടെ കുടുംബക്കാരി. ഈ കൊട്ട നിറച്ച് അതുകൊണ്ട് കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ കൊട്ടത്തലത്തിൽ നിന്ന് കളിക്കാൻ നമ്മുടെ റിയോ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് സൈറ്റിലൊന്ന് കൊണ്ടൊരു ആവശ്യം വന്നിട്ടോ. അവിടെ പോയി നമ്മൾ കുറച്ച് വൈകി. അപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു. പിന്നെ പോരത്തിന്റെ ഇടയ്ക്ക് അവരെ തെരഞ്ഞെടുക്കല അതിന്റെ പണി. അങ്ങനെ തരാനതിന്റെ ഇടയിൽ നമ്മുടെ കുറെ ഫ്രണ്ട്സിനെ കണ്ടുപിട്ടി. പക്ഷെ അവരെ മാത്രം കിട്ടിയില്ല കേട്ടോ. എന്നാൽ പിന്നെ പൂരം കഴിഞ്ഞതിന് ശേഷം അവരെ തരാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ കുരുക്ഷേത്ര ടീമിന്റെ ഫ്യൂഷൻ ഉണ്ടായിരുന്നു, അത് കിട്ടുമായിരുന്നു. ഈ കണ്ട ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയാണ്. പിന്നെ ഒരു അമ്പലത്തിന്റെ പറഞ്ഞ് ഷീന വിളിച്ചു. അപ്പോൾ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ഓപ്പറിൽ നിന്ന് പേപ്പർ എടുത്തിട്ട് 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഞാൻ അവരെ കണ്ടുപിടിച്ചു. റിയോനും പോപ്പിക്കുട്ടനും പിന്നെ കുട്ടികൾക്കൊക്കെ കുറെ കളിപ്പാട്ടം വാങ്ങിക്കൊണ്ടിരിക്കണം. അങ്ങനെ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് കുറച്ച് സ്നാക്സും വാങ്ങി.